ആലുവയിൽ ഒരു ചെറിയ സംഘർഷാവസ്ഥയ്ക്ക് സമാനമായ രീതിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസ് LDF UDF പ്രവർത്തകർ തമ്മിൽ ചെറിയ വാക്കേറ്റമുണ്ട്. വിഷ്ണു സുരേഷാണ് വാർത്തകൾ ചെയ്യുന്നത്. വിഷ്ണു, തെരുവിലേക്ക് എത്തുകയും തെരുവിൽ പ്രതിഷേധമായി പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ആ പ്രശ്നമാണോ ഇത്? എന്താണ് ഉണ്ടായത്? ആലുവയിൽ എന്താണ് ഉണ്ടായതെന്നറിയില്ല. ആലുവയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ചെറിയ തോതിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടായി. ഒരാളെ രണ്ടുപേർ ചേർന്ന് തോളിൽ കൈയിട്ട് സമാധാനിപ്പിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ഫ്ലക്സ് പോലുള്ള സാധനമൊക്കെ മടക്കി കെട്ടി കൊണ്ടുപോകുന്നുണ്ട്. എന്തോ ആണ് പ്രശ്നം എന്ന കാര്യം മനസ്സിലാവുന്നില്ല. പോലീസ് അവിടെ അടക്കമുണ്ട്. വിഷ്ണു പറഞ്ഞു. UDF-ന്റെ LDF-ന്റെയും പ്രവർത്തകർ തമ്മിലൊരു തർക്കം ഉണ്ടായത് കുട്ടമശ്ശേരിയിലെ ഒരു ബൂത്ത് തൊട്ട് അപ്പുറത്ത് ഒരു ബൂത്ത് ഉണ്ടായിരുന്നു. ആ ബൂത്തിന് 100 മീറ്റർ ഇപ്പുറത്ത് ഇവിടെ കാണുന്ന ഹോർഡിംഗ്സിൽ പിണറായി വിജയന്റെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ബൂത്തുകൾക്ക് 100 മീറ്ററുകൾ പരിധിയിൽ ഹോർഡിങ്ങുകൾ വെക്കരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അത് കോൺഗ്രസ് പ്രവർത്തകർ ആ ഹോർഡിംഗ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. അതാണ് പിന്നീട് തർക്കത്തിലേക്ക് കലാശിച്ചത്. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരെത്തി ഈ ഹോർഡിങ്ങിന്റെ താഴ്ഭാഗം കീറി. അപ്പോഴത്തേക്കും LDF പ്രവർത്തകരെത്തി അത് ചെറിയ സംഘർഷത്തിലേക്ക് ഒക്കെ പോയിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ തന്നെ എത്തി ആ ഫ്ലെക്സ് പൂർണ്ണമായി ഇവിടുന്ന് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിലിവിടുത്തെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം ഇവിടെ വലിയ തർക്കം നിലനിന്നിരുന്നു. UDF പ്രവർത്തകരും അതോടൊപ്പം തന്നെ LDF പ്രവർത്തകരും തമ്പടിച്ച് വന്ന് ഈ ഫ്ലെക്സ് മാറ്റാൻ പറ്റില്ല എന്ന് LDF പ്രവർത്തകരും അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തകർ മാറ്റണമെങ്കിൽ മാറ്റിക്കോട്ടെ എന്ന നിലപാടാണ് LDF സ്വീകരിച്ചത്. പക്ഷേ അത് മാറ്റണം എന്ന നിലപാട് UDF എടുത്താണ് ഇപ്പോൾ ഈ തർക്കത്തിലേക്ക് പോയത്. നിലവിൽ പോലീസ് ഇടപെട്ട് ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട്. കുട്ടമശ്ശേരിയിലാണ് ഇപ്പോൾ ഒരു നേരിയ തർക്കം ഉണ്ടായത്. കുട്ടമശ്ശേരിയിൽ ആലുവ മണ്ഡലത്തിൽ വരുന്ന പ്രദേശമാണ് കുട്ടമശ്ശേരി. അവിടെയാണ് ഇപ്പോൾ ഒരു നേരിയ തർക്കം ഉണ്ടായത്. അത് പരിഹരിക്കാനുള്ളത് അല്ലെങ്കിൽ അത് ആ പ്രശ്നം പൂർണ്ണമായും ഏറെക്കുറെ ആവശ്യപ്പെടുന്നതാണ് ഈ ബോർഡ് ഒഴിവാക്കാൻ. ഇന്നലെ വൈകിട്ട് വിജിലൻസ് നമ്മൾ കംപ്ലൈന്റ് കൊടുത്താണ്. ഇവിടെ പോളിംഗ് ഓഫീസർക്ക് കംപ്ലൈന്റ് കൊടുത്തു. CO വിജിലൻസ് ഫോർവേഡ് ചെയ്താണ് ഈ കാര്യം. ഇവിടെ 138, 39, 40, 41, 42 5 ബൂത്ത് ഉണ്ട് കുട്ടമശ്ശേരി സ്കൂളിൽ. ഇത്രയും അടുത്തിരുന്നിട്ട് ഇവിടെ ദിവസം 3-4 പ്രാവശ്യം ഇലക്ഷൻ വിജിലൻസ് പോകുന്നുണ്ട്. അവരുടെ വണ്ടിയിൽ ക്യാമറ വെച്ചിട്ടാണ് പോകുന്നത്. അവർക്ക് ഇത് കാണാൻ പറ്റില്ല. കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ തർക്കം ബൂത്തിന് സമയം ഫ്ലക്സ് വെച്ചതാണ് തർക്കത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോളിംഗ് കനക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. വളരെ ആവേശത്തോടെ സമ്മതിദായകർ പോളിംഗ് ബൂത്തിലെത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ ഉച്ചയായി തുടങ്ങിയാൽ നല്ല വെയിലായി ആകും എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഭയമാണോ എന്നറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.